നമസ്തേ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൊച്ചിയിൽ ഉജ്ജ്വല വരവേൽപ്പ്. പൂക്കൾ വിതറി ബി.ജെ.പി. പ്രവർത്തകർ മോദിയെ വരവേറ്റു. പുഷ്പാലങ്കൃതവും ദീപാലങ്കൃതവുമായ തുറന്ന വാഹനത്തിൽ മോദി റോഡിനിരുവശവും തിങ്ങി നിറഞ്ഞ ബി.ജെ.പി. പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. കെ.പി.സി.സി. ജംഗ്ഷൻ മുതൽ ഗസ്റ്റ് ഹൌസ് വരെ 1.25 കിലോമീറ്റർ റോഡ് ഷോയ്ക്ക് അരമണിക്കൂർ എടുത്തു. അരമണിക്കൂറിലേറെ വൈകി 7:45 ആരംഭിച്ച റോഡ് ഷോ 8:15 സമാപിച്ചു. വാഹനത്തിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രനും ഉണ്ടായിരുന്നു. രാത്രിയിലെ റോഡ് ഷോയ്ക്ക് റോഡിനിരുവശത്തും വൈദ്യുത ദീപങ്ങൾ സജ്ജമാക്കിയിരുന്നു. വൈകുന്നേരം 3 മുതൽ 4.5 മണിക്കൂറാണ് മോദിയെ കാണാൻ ജനം കാത്തുനിന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൈകുന്നേരം 6:45 വിമാനമിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രിയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേന്ദ്രമന്ത്രി വി. മുരളീധരനും ചേർന്ന് സ്വീകരിച്ചു. മോദി 7:10 നാവികസേന ആസ്ഥാനത്തെത്തി. മോദിയുടെ സന്ദർശനം മൂലം കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 4000 കോടി രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. കപ്പൽശാലയിലെ പുതിയ ഡ്രൈഡോക്ക്, കപ്പൽ അറ്റകുറ്റപ്പണിക്കുള്ള അന്താരാഷ്ട്ര കേന്ദ്രം, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ LPG ഇറക്കുമതി ടെർമിനൽ എന്നിവയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഗുരുവായൂർ, തൃപ്രയാർ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയ ശേഷമാണ് മോദി കൊച്ചി കപ്പൽശാലയിലെത്തി വികസന പദ്ധതികൾ നാടിന് സമർപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ലക്ഷക്കണക്കിന് വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും പാചകവാതക വിതരണം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് IOCയുടെ LPG ഇമ്പോർട്ട് ടെർമിനൽ. രാജ്യത്തിനുള്ള സമ്മാനമായി കൊച്ചിയിലെ 3 വൻകിട വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്തത്. 4000 കോടി രൂപയുടെ ഈ പദ്ധതികൾ ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് നാഴികക്കല്ലാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രധാനമന്ത്രി ഇന്നലെ രാവിലെ 8 മണിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്ര ദർശനത്തിന് ശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തു. വിവാഹവേദിയിലെത്തിയ മോദി ചടങ്ങുകൾക്ക് ശേഷം അതിഥികളായി എത്തിയ മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം, ഖുഷ്ബു, ഷാജി കൈലാസ്, ജയറാം എന്നിവരോട് വിശേഷം പറഞ്ഞു. തുടർന്ന് പ്രസിദ്ധമായ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തി. ഗുരുവായൂരിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം വലപ്പാട് സ്കൂൾ മൈതാനത്തെത്തിയ മോദി റോഡ് മാർഗം തൃപ്രയാർ ക്ഷേത്രത്തിലെത്തി ചേർന്നു. ക്ഷേത്രത്തിലേക്കുള്ള വഴിയുടെ ഇരുവശത്തുമായി നിരവധി പേരാണ് മോദിയെ കാണാൻ കാത്തുനിന്നത്. 12-ന് കൊച്ചി ഷിപ്പ്യാർഡിൽ എത്തിയതിനു ശേഷം വിവിധ പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മറൈൻ ഡ്രൈവിൽ എത്തിയ ശേഷം 7000 BJP പ്രതിനിധികളുടെ സമ്മേളനത്തിൽ പ്രസംഗിച്ചു. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ഡൽഹിക്ക് മടങ്ങി. ഇതിനിടയിൽ എറണാകുളം ലോ കോളേജിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വീണ്ടും ബോർഡ് സ്ഥാപിച്ചതിന് 2 KSU പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബോർഡ് സ്ഥാപിച്ചതിനെതിരെ BJP പ്രവർത്തകർ രംഗത്തെത്തിയതോടെ ക്യാമ്പസിൽ സംഘർഷാവസ്ഥ ഉണ്ടായെങ്കിലും പോലീസ് ബോർഡ് നീക്കം ചെയ്തു. SFI പ്രവർത്തകർ ഉയർത്തിയ ഫ്ലെക്സും പോലീസ് നീക്കി. കൊച്ചിയുടെ സ്നേഹത്തിൽ വിനയാന്വിതനായി ചില കാഴ്ചകൾ പങ്കുവയ്ക്കുന്നു. കൊച്ചിയിൽ തനിക്ക് ലഭിച്ച വരവേൽപ്പിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് X പ്ലാറ്റ്ഫോമിൽ മോദി മലയാളത്തിൽ കുറിച്ച വരികൾ ഇങ്ങനെയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സുരേഷ് ഗോപി സ്വർണ്ണ തളിക സമ്മാനിച്ചു. സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനോടൊപ്പം മറ്റു ചില വിവാഹങ്ങളിലെ വധൂവരന്മാർക്ക് ആശംസകൾ അറിയിക്കുകയും ചെയ്തു. മാവേലിക്കര സ്വദേശിയും ബിസിനസ്സുകാരനുമായ മോഹൻ ശ്രീദേവി ദമ്പതികളുടെ മകൻ ശ്രേയസ് ആണ് വരൻ. രാവിലെ 8:45-ന് വിവാഹം നടന്നു. 19-ന് കൊച്ചിയിലും 20-ന് തിരുവനന്തപുരത്തും വിരുന്ന് നടത്തും. ആശംസകളുമായി മമ്മൂട്ടിയും മോഹൻലാലും കുടുംബസമേതം എത്തിയതിന്റെ ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. തലശ്ശേരി മാഹി ബൈപ്പാസ് അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ. കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് മുതൽ കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വരെ 18.6 കിലോമീറ്റർ 6-വരിപ്പാത ബൈപ്പാസ് 1181 കോടി രൂപ മുടക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്.